ഉഷ ഒരു പാവപ്പെട്ട വടാപ്പാവ് വിൽപ്പനക്കാരിയായിരുന്നു. അവളുടെ ഭർത്താവിന് അപകടം പറ്റിയതിനു ശേഷമാണ് ഈ വിൽപ്പന തുടങ്ങിയത്. വടാപ്പാവ്, ചൂടൻ വടാപ്പാവ്. കുറച്ച് ആളുകളെ അവൾ വിളിക്കുന്നത് കേട്ട് അത് കഴിക്കാൻ വരാറുള്ളൂ. അവൾ ഉണ്ടാക്കുന്നതെല്ലാം വളരെ സ്വാദുള്ളതായിരുന്നു. അവൾ വളരെ വിഷമിച്ചാണ് വീട്ടിലേക്ക് പോവാറുള്ളത്. എന്തുപറ്റി? ഇന്ന് കച്ചവടമൊന്നും നന്നായി ഉണ്ടായില്ലേ ഉഷ? എനിക്കറിയില്ല എന്താ കാര്യന്ന്. ഈയിടെ ആളുകൾ അങ്ങനെ വടാപ്പാവ് കഴിക്കുന്നില്ല. അമ്മ ഈയിടെ ആൾക്കാര് മാഗിയും ഫ്രാങ്കിയും ബർഗറും പിസയൊക്കെ കഴിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നേ, നീ വിഷമിക്കാതെ. അമ്മ പോലെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഈ ബർഗറും പിസയും പോലെ. എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എനിക്ക് വടാപ്പാവ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വടാപ്പാവിൽ തന്നെ പുതിയതെന്തെങ്കിലും നോക്കിക്കൂടെ? ഉഷ ആകെ ടെൻഷനിലായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നാലോചിച്ച്. പിറ്റേന്ന് രാവിലെ തന്നെ ഉഷ വീട്ടിൽ നിന്നും ഇറങ്ങി. വടാപ്പാവ്, ചൂട് ചൂട് വടാപ്പാവ്. കുറെ നേരം അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ അവളുടെ കടയിലേക്ക് വന്നില്ല. ഇന്ന് ഇത്രയും നേരമായിട്ടും ഒരാള് പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഉഷ വളരെ ഉച്ചത്തിൽ തന്നെ വീണ്ടും വിളിച്ചു പറയാൻ തുടങ്ങി. വടാപ്പാവ്, ചൂട് ചൂട് വടാപ്പാവ്. ഉഷയുടെ ആ ശബ്ദം കേട്ട് ഉഷയുടെ ഒരു പഴയ കസ്റ്റമർ അങ്ങോട്ടേക്ക് വന്നു. കുറെ നാളായല്ലോ സഞ്ജയ്. എനിക്കൊരു ചൂടൻ വടാപ്പാവ് തന്നേ ചേച്ചി. ചേച്ചി കുറെ നേരമായി വിളിച്ച് പറയുകയാണല്ലോ, പക്ഷെ ആരും വടാപ്പാവ് കഴിക്കാൻ വരുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി പുതിയ രീതിയിൽ എന്തെങ്കിലും വടാപ്പാവിൽ ചെയ്യണമെന്നാ. പല നിറങ്ങളിലുള്ള വടാപ്പാവ്, റെയിൻബോ പോലെ. നിറങ്ങളിലുള്ള വടാപ്പാവോ? ആ, അത് പിന്നെ പല നിറങ്ങളിലൊക്കെ എങ്ങനെ വിൽക്കാൻ സാധിക്കും? ആ തീർച്ചയായിട്ടും വിൽക്കാൻ പറ്റും. ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാ ഇഷ്ടം. ശരി, ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാം. ഷോപ്പ് അടച്ചതിനു ശേഷം ഉഷ കടയിൽ പോയി പലതരം ഫുഡ് കളർ വാങ്ങി. വൈകിട്ട് വീട്ടിലേക്ക് എത്തി. അല്ല, ഇന്ന് കച്ചവടം എങ്ങനെയുണ്ടായിരുന്നു? കച്ചവടമൊക്കെ കണക്കായിരുന്നു. പക്ഷേ ഇന്നെനിക്കൊരു സ്പെഷ്യൽ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു പഴയ കസ്റ്റമർ ഇല്ലേ സഞ്ജയ്, അവൻ പറഞ്ഞു തന്നതാ. എന്ത് ഐഡിയ? പല നിറങ്ങളിലുള്ള വടാപ്പാവ്. നിറങ്ങളുള്ള വടാപ്പാവോ? അതേന്നേ. മാത്രമല്ല, ഞാൻ അതുകൊണ്ട് ഫുഡ് കളറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാലോ എങ്ങനെയുണ്ട് നിറങ്ങളുള്ള വടാപ്പാവെന്ന്. ഉടനെ തന്നെ ഉഷ വടാപ്പാവ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നത്തെയും പോലെ തന്നെ മാവുണ്ടാക്കി പല പാത്രങ്ങളിലേക്കാക്കി. എന്നിട്ട് ഓരോ പാത്രത്തിലും ഓരോരോ നിറങ്ങൾ ചേർത്തു. ഓരോരോ പൊട്ടറ്റോ ബോൾസും ആ പല നിറങ്ങളിലുള്ള മാവുകളിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. കണ്ടിട്ട് നന്നായി തോന്നുന്നു. മഴവില്ല് പോലെ പല നിറങ്ങൾ. ഉഷയും രാഘവും ആ പല നിറങ്ങളിലുള്ള വടകൾ കഴിച്ചു. ഇത് നന്നായിട്ടുണ്ടല്ലോ. എനിക്കും തരൂ ഒരെണ്ണം. മാണിക് നീല വടയാണ് കഴിച്ചു നോക്കിയത്. അവനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. 3 പേർക്കും അത് വളരെ നന്നായി തന്നെ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ കടയിലേക്ക് ഉഷ എത്തി വിൽപ്പന തുടങ്ങി. ചൂടൻ വടാപ്പാവ്, ചുവപ്പ്, നീല, പച്ച, മഞ്ഞ, റെയിൻബോ വടാപ്പാവ്, റെയിൻബോ വടാപ്പാവ്. പല നിറത്തിലുള്ള വടാപ്പാവ് കണ്ട് ആളുകൾ കടയിലേക്ക് വരാൻ തുടങ്ങി. എനിക്കൊരു നീല വടാപ്പാവ് തരുവേണ്ടി. ഉഷ ആ കുട്ടിക്ക് നീല നിറത്തിലുള്ള ഒരു വടാപ്പാവ് നൽകി. ആ കുട്ടിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ സഞ്ജയ് അങ്ങോട്ട് വന്നു. ചേച്ചി നല്ല നിറമുള്ള വടകൾ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. ആ, നീയല്ലേ ഇത് പറഞ്ഞു തന്നത്. ഇപ്പൊ നോക്ക്, എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടായി. എന്നാ പിന്നെ എനിക്കും നല്ല നിറമുള്ള ഒരു വടാപ്പാവ് ഉണ്ടാക്കി തരൂ ചേച്ചി. അപ്പോഴേക്കും മറ്റു ചിലര് കൂടി അങ്ങോട്ടേക്ക് എത്തി. ഉഷ വീണ്ടും പല നിറത്തിലുള്ള വടാപ്പാവ് ഉണ്ടാക്കാൻ തുടങ്ങി. വൗ, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ വടാപ്പാവ് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. സഞ്ജയ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ ചിലർ കൂടി അങ്ങോട്ടേക്ക് വന്നു. പെങ്ങളെ ഒരു ചുവന്ന വടാപ്പാവ് തന്നേ. ആ, എനിക്കും ഒരെണ്ണം തരൂ. ഉഷ വീണ്ടും വീണ്ടും പല നിറത്തിലുള്ള വടാപ്പാവ് ഉണ്ടാക്കാൻ തുടങ്ങി. ആളുകൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വടാപ്പാവെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു. ചൂട് ചൂട് വടാപ്പാവ്, ചൂടൻ വടാപ്പാവ്, ചുവപ്പ്, നീല, പച്ച, റെയിൻബോ വടാപ്പാവ്, റെയിൻബോ വടാപ്പാവ്. ഒരാൾ കഴിയുമ്പോ അടുത്തയാൾ. അങ്ങനെ ഓരോരുത്തരായി വന്ന് കുറച്ചു നേരം കൊണ്ട് തന്നെ മുഴുവൻ സാധനങ്ങളും വിറ്റുപോയി. ഇന്നത്തെ കച്ചവടത്തിൽ നല്ല ലാഭവും കിട്ടി. സന്തോഷത്തോടെ അവൾ വീട്ടിലേക്കെത്തി. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. മുഴുവൻ വടകളും വിറ്റു തീർന്നേ. ആഹാ, നന്നായിട്ടുണ്ട്. നാളെ മുതല് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. ആളുകൾക്ക് പല നിറങ്ങളിലുള്ള വടാപ്പാവ് വളരെ ഇഷ്ടാണ്.
വളരെ നല്ല കാര്യം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഹാ, നല്ല സന്തോഷം. പിറ്റേന്നും അതുപോലെ തന്നെയായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോ ഓരോരുത്തരായി അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ഇന്ന് വെറും 2 മണിക്കൂറിൽ തന്നെ ഉഷയുടെ എല്ലാ വടാപാവും വിറ്റുതീർന്നു. റെയിൻബോ വടാപാവ് അങ്ങനെ ഫേമസ് ആയി. ഉഷ രാവും പകലും ഒരുപാട് വടാപാവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ അവളുടെ കുടുംബം വളരെ സന്തോഷത്തിലാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ രാഘവന്റെ ട്രീറ്റ്മെന്റും നടത്താൻ തുടങ്ങി. അവളുടെ ആ പഴയ തട്ടുകടയുടെ സ്ഥാനത്ത് വലിയൊരു കട തന്നെ ഉഷ തുടങ്ങി വെച്ചു. ദിവസവും ഉഷയുടെ കടയിൽ കസ്റ്റമേഴ്സിന്റെ നല്ല തിരക്കായിരുന്നു. അവിടെ അടുത്ത് തന്നെ ഒരു ദോശ സെന്റർ ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉഷയുടെ റെയിൻബോ വടാപാവ് കഴിക്കാൻ വരാൻ തുടങ്ങി. ഓ, ഈ റെയിൻബോ വടാക്കാരി ആൾക്കാരുടെ മേലെ എന്ത് കൂടോത്രാണോ ചെയ്തത്. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇപ്പൊ അവിടെയാണല്ലോ. ഇവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അന്ന് ഉഷ വടാപാവ് ഉണ്ടാക്കുന്നതിനിടയിൽ അവൾ അറിയാതെ അയാൾ ഒരു പാത്രത്തിലേക്ക് മുളക് വാരിയിട്ടു. ഇനി നിന്റെ റെയിൻബോ വടാപ്പാവ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. എന്നിട്ട് മോഹൻ അയാളുടെ കടയിലേക്ക് തിരിച്ചുപോയി. ഉഷയ്ക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നിട്ട് സാധാരണ പോലെ തന്നെ വടയുണ്ടാക്കുകയും തന്റെ കസ്റ്റമേഴ്സിന് വിൽക്കുകയും ചെയ്തു. വൗ ചേച്ചി, ഇത് അടിപൊളിയാണല്ലോ. നല്ല എരിവും നല്ല ചുവപ്പും. അടിപൊളി, ഇഷ്ടപ്പെട്ടുട്ടോ. ഇത് കേട്ട അവളൊരു വടാപാവ് കഴിച്ചു നോക്കി. അപ്പൊ അവൾക്ക് മനസ്സിലായി അതിൽ മുളക് പൊടി ചേർന്നിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇതിൽ ആരോ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നാൽ എന്റെ സമയം നല്ലതായതുകൊണ്ട് എന്റെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു. റെയിൻബോ വടാപാവ്, നീല പച്ച എരിവുള്ള വടാപാവ്. ഉടനെ തന്നെ അവിടെ തിക്കും തിരക്കുമായി. എല്ലാവർക്കും പുതിയ ആ എരിവുള്ള വടാപാവ് തന്നെയായിരുന്നു കഴിക്കാൻ ആഗ്രഹം. ഓ, ഞാൻ എന്ത് മണ്ടത്തരമാണ് ഈ ചെയ്തത്. ദൈവമേ, ഇത് കാരണം എന്റെ ഉള്ള കച്ചവടം കൂടി പോയല്ലോ. ഉഷയുടെ കടയിൽ നല്ല കച്ചവടം നടക്കുന്നത് കണ്ടിട്ട് മോഹന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഉഷയ്ക്ക് ഭാഗ്യമുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് മോശമായത് സംഭവിക്കേണ്ട സമയത്തും അതൊക്കെ നല്ലതായി തന്നെ വന്നത്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ.
എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡിയായിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം.
അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡിയായിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം.
നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത്. അതിൽ അദ്ദേഹം മരിച്ചുപോയി. ലേഖ തനിച്ച് സാൻവിയെയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു. ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല. ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. സാൻവി ജോലി ചോദിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ആ റെസ്റ്റോറന്റിൽ സെർവർ ജോലി അവൾക്ക് കിട്ടി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ, ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ നമ്പർ 21 കൊടുക്ക്. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ 21ലേക്ക് ചെന്നു. അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു. രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു. ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ? നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല, എല്ലാം നശിപ്പിച്ച് കളയുക നീ. ഇങ്ങനെ ആയാലും ഒന്നും ശരിയാവില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്തോടത്തോളം ജോലിയുടെ കാശ് വാങ്ങിക്കോ, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്ക്. നീ നിന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നും പ്ലേറ്റുകൾ നശിപ്പിക്കുക നീ. വേണ്ട വേണ്ട സാർ, എന്നെ ജോലിയെ വിട്ട് നിർത്തല്ലേ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ അവർക്കായി ആഹാരം വാങ്ങിക്കൊണ്ടു പോകണം. ഞാൻ ഇനി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് ഒഴിവായി പോ നീ. എന്റെ കച്ചവടം അങ്ങനെ നഷ്ടമാകുന്നത് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. രഘു കുറച്ച് കാശ് നൽകി. എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഷാൻവി വിഷമത്തോടെ അവിടെ നിന്നും പോയി. ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക? പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും? നല്ല വെയിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തി നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി. ഒന്ന് നിൽക്കുമോളെ. പറയൂ അപ്പൂപ്പ, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോളെ, എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ കാൽ അല്പം മുറിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി മരുന്ന് എന്റെ ഇടിച്ചിറങ്ങിയതാ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. മോൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്ക്. എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൂപ്പ. ഈ കുറച്ചു കാശാണ് കിട്ടിയത്. ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാണ് തീരുമാനിച്ചേ. കുഴപ്പമില്ല അപ്പൂപ്പ, ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം. നോക്കൂ, മുറിവിൽ നിന്നും രക്തം വരുന്നു. ഇതാ കാശ്. ഈ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറിവിന് മരുന്ന് വാങ്ങിയിടൂ. സാൻവിക്ക് കിട്ടിയ കാശ് മൊത്തം അവൾ ആ ഭിക്ഷക്കാരന് നൽകി. അതുകൊണ്ട് അപ്പൂപ്പൻ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ. നീ നല്ല മനസ്സുള്ള കുട്ടിയാ. തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഭക്ഷണപാത്രം മാത്രമേ ഉള്ളൂ. അത് നിനക്ക് തരാം ഞാൻ. അപ്പൂപ്പ, ഈ ഭക്ഷണപാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ ആഹാരം ഒന്നും തന്നെ ഇല്ല. ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ? അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും. ഇത് പ്രത്യുപകാരമായി കാണണം. ഇത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാവൂ നീ. സാൻവി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി. എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി. വീട്ടിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ബോക്സിൽ ഒരു വടാപാവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ. അല്ല, ഇത് വളരെ നല്ല വിഷയമാണല്ലോ. ഈ ടിഫിൻ ബോക്സിൽ ഒരു വടപാവുണ്ട്. ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു. ഒരു വടപാവേ ഉള്ളൂ. ശരി, ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം. പിന്നെ ബാക്കി ഞാൻ കഴിക്കാം. സാൻവി ആ ടിഫിൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. അല്ല, എന്താ ഇത്? ഇതിൽ നിന്ന് ഇപ്പോഴാണല്ലോ ഞാൻ വടപാവ് എടുത്തത്. വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വന്നത്? ഒരു പക്ഷേ ടിഫിൻ ബോക്സിൽ 2 വടപാവ് ഉണ്ടായിരിക്കും. ഞാൻ അത് ശ്രദ്ധിച്ചു കാണില്ല. സാൻവി വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ടിഫിൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. സാൻവി ഈ വടപാവ് കണ്ടപ്പോൾ ഒരുപാട് അതിശയിച്ചു പോയി. എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫിൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു വടപാവ് ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെയമ്മേ സംഭവിക്കും? അല്ല, സത്യമാണല്ലോ. സാൻവി, ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു. നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നോ അത്രത്തോളം ഇത് വളരുന്നു. സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് വയറ് നിറയെ വടപാവ് കഴിച്ചു. സാൻവി, യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കുകയാണ്. ഈ വടപാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ വടപാവ് വ്യാപാരം ചെയ്തുകൂടാ? അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്.
ഇത്രയും വടപ്പാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല? ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപ്പാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒരു വടപ്പാവ് കടയും തുടങ്ങി. അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. കണ്ടോ സാൻവി, നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന്? ഈ വടാപ്പാവ് കാരണം നമ്മളൊരു നല്ല നിലയിലെത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവുമില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഓടി വരുന്നേ? എന്തു പറ്റി? അതോ, ഈ ഗ്രാമത്തിൽ ഒരു ചിറയുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിപ്പോകാറായി. ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുക. ഒരു പക്ഷെ ആ ചിറ പൊട്ടിപ്പോയാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും. മോളെ പൊയ്ക്കോ, വേഗം ഇവിടുന്ന് നിങ്ങളും രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളും വെള്ളത്തിലാവും. അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ഗ്രാമമേ ആപത്തിലാണ്. വാ സാൻവി, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. ഇല്ലമ്മേ, നിങ്ങൾ സമാധാനിക്കൂ. ഈ പ്രശ്നം ഈ വടപ്പാവ് കൊണ്ട് പരിഹരിക്കാം. എനിക്കിതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ്. ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി. അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും. സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞു, മാന്ത്രിക വടപ്പാവേ, നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ്. എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഉടയാതെ രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ. പോകൂ വടാപ്പാ. ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു. തന്റെ രൂപം അത് വലുതാക്കി. അതുകൊണ്ട് ആ ഡാം ഉടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചുപോയി. ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി. സാൻവി, നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ്. ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാരും നിന്നെക്കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി. ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപ്പാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി. രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത്. അതിൽ അദ്ദേഹം മരിച്ചുപോയി. ലേഖ തനിച്ച് സാൻവിയെയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു. ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല. ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. സാൻവി ജോലി ചോദിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ആ റെസ്റ്റോറന്റിൽ സെർവർ ജോലി അവൾക്ക് കിട്ടി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ, ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ നമ്പർ 21 കൊടുക്ക്. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ 21 ചെന്നു. അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു. രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു. ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ? നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല. എല്ലാം നശിപ്പിച്ച് കളയുക നീ. ഇങ്ങനെ ആയാലും ഒന്നും ശരിയാവില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്തോടത്തോളം ജോലിയുടെ കാശ് വാങ്ങിക്കോ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്ക്. നീ നിന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നും പ്ലേറ്റുകൾ നശിപ്പിക്കുക നീ. വേണ്ട വേണ്ട സാർ, എന്നെ ജോലിയെ വിട്ട് നിർത്തല്ലേ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ അവർക്കായി ആഹാരം വാങ്ങിക്കൊണ്ടു പോകണം. ഞാൻ ഇനി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് ഒഴിവായി പോ നീ. എന്റെ കച്ചവടം അങ്ങനെ നഷ്ടമാകുന്നത് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. രഘു കുറച്ച് കാശ് നൽകി. എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഷാൻവി വിഷമത്തോടെ അവിടെ നിന്നും പോയി. ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക? പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും? നല്ല വെയിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തി നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി. ഒന്ന് നിൽക്കുമോളെ. പറയൂ അപ്പൂപ്പ, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോളെ, എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ കാൽ അല്പം മുറിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി മരുന്ന് എന്റെ ഇടിച്ചിറങ്ങിയതാ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല.
മോൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്ക്. എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൂപ്പ. ഈ കുറച്ചു കാശാണ് കിട്ടിയത്. ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാണ് തീരുമാനിച്ചേ. കുഴപ്പമില്ല അപ്പൂപ്പ, ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം. നോക്കൂ, മുറിവിൽ നിന്നും രക്തം വരുന്നു. ഇതാ കാശ്. ഈ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറിവിന് മരുന്ന് വാങ്ങിയിടൂ. സാൻവിക്ക് കിട്ടിയ കാശ് മൊത്തം അവൾ ആ ഭിക്ഷക്കാരന് നൽകി. അതുകൊണ്ട് അപ്പൂപ്പൻ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ. നീ നല്ല മനസ്സുള്ള കുട്ടിയാ. തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഭക്ഷണപാത്രം മാത്രമേ ഉള്ളൂ. അത് നിനക്ക് തരാം ഞാൻ. അപ്പൂപ്പ, ഈ ഭക്ഷണപാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ ആഹാരം ഒന്നും തന്നെ ഇല്ല. ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ? അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും. ഇത് പ്രത്യുപകാരമായി കാണണം. ഇത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാവൂ നീ. സാൻവി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി. എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി. വീട്ടിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ബോക്സിൽ ഒരു വടാപാവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ. അല്ല, ഇത് വളരെ നല്ല വിഷയമാണല്ലോ. ഈ ടിഫിൻ ബോക്സിൽ ഒരു വടപാവുണ്ട്. ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു. ഒരു വടപാവേ ഉള്ളൂ. ശരി, ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം. പിന്നെ ബാക്കി ഞാൻ കഴിക്കാം. സാൻവി ആ ടിഫിൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. അല്ല, എന്താ ഇത്? ഇതിൽ നിന്നും ഇപ്പോഴാണല്ലോ ഞാൻ വടപാവ് എടുത്തത്. വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വന്നത്? ഒരുപക്ഷെ ടിഫിൻ ബോക്സിൽ 2 വടപാവ് ഉണ്ടായിരിക്കും. ഞാൻ അത് ശ്രദ്ധിച്ചു കാണില്ല. സാൻവി വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ടിഫിൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. സാൻവി ഈ വടപാവ് കണ്ടപ്പോൾ ഒരുപാട് അതിശയിച്ചു പോയി. എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫിൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു വടപാവ് ഉണ്ടായിരിക്കുന്നു. ഇത് എങ്ങനെയമ്മേ സംഭവിക്കും? അല്ല, സത്യമാണല്ലോ. സാൻവി, ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു. നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നോ അത്രത്തോളം ഇത് വളരുന്നു. സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് വയറ് നിറയെ വടപാവ് കഴിച്ചു. സാൻവി, യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കുകയാണ്. ഈ വടപാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ വടപാവ് വ്യാപാരം ചെയ്തുകൂടാ? അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത്രയും വടപാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല? ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒരു വടപാവ് കടയും തുടങ്ങി. അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. കണ്ടോ സാൻവി, നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന്? ഈ വടാപാവ് കാരണം നമ്മളൊരു നല്ല നിലയിലെത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവുമില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഓടി വരുന്നേ? എന്തു പറ്റി? അതോ, ഈ ഗ്രാമത്തിൽ ഒരു ചിറയുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിപ്പോകാറായി. ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുക. ഒരു പക്ഷെ ആ ചിറ പൊട്ടിപ്പോയാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും. മോളെ, പൊയ്ക്കോ, വേഗം ഇവിടുന്ന് നിങ്ങളും രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളും വെള്ളത്തിലാവും. അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ഗ്രാമമേ ആപത്തിലാണ്. വാ സാൻവി, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. ഇല്ലമ്മേ, നിങ്ങൾ സമാധാനിക്കൂ. ഈ പ്രശ്നം ഈ വടപാവ് കൊണ്ട് പരിഹരിക്കാം. എനിക്കിതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ്. ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി. അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും. സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞു, മാന്ത്രിക വടപ്പാവേ, നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ്. എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഉടയാതെ രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ. പോകൂ വടാപ്പാ. ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു. തന്റെ രൂപം അത് വലുതാക്കി. അതുകൊണ്ട് ആ ഡാം ഉടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചുപോയി. ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി. സാൻവി, നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ്. ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാരും നിന്നെക്കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി. ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി.